1000 ഫ്ളാറ്റുകൾ കൈമാറാനൊരുങ്ങി ക്യാപ്കോൺ ഗ്രൂപ്പ്. IT ഹബ്ബായ ക്യാപ്കോൺ ബിസിനസ് സെന്റർ 5000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും ചെയർമാൻ സി അൻവർ സാദത്ത് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിച്ച് ഒരു വർഷത്തിനുള്ളിൽ 1000 ഫ്ളാറ്റുകൾ കൈമാറാനൊരുങ്ങി ക്യാപ്കോൺ ഗ്രൂപ്പ്. സംസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആദ്യമായാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ 1000 ഫ്ളാറ്റുകൾ നിർമ്മാതാവ് കൈമാറുന്നത്. IT മേഖലയിൽ 5000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും നൂതന പദ്ധതികൾ വിഭാവനം ചെയ്തും കോഴിക്കോടിന്റെ വികസന മുഖമായി മാറുകയാണ് ക്യാപ്കോൺ. രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ലാൻഡ്മാർക്ക് ഡെവലപ്പേഴ്സും ബേസ് ലൈൻ പ്രൊജക്ടും ചേർന്ന് ക്യാപ്കോൺ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നത്. ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിൽ 25 വ്യത്യസ്തമായ പദ്ധതികൾ 2 വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. അതാണ് ഇതൊരു ക്യാപ്കോൺ സിറ്റി ഒരു ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കോഴിക്കോട് നഗരത്തിൽ 40 കിലോമീറ്റർ മാറിയിട്ട് നോളജ് സിറ്റി എന്ന പ്രോജക്റ്റിൽ നമ്മൾ അവിടെ ക്യാപ്കോൺ സെന്റർ, ക്യാപ്കോൺ ലാൻഡ്മാർക്ക് വില്ലേജ് എന്ന പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് 1400 അപ്പാർട്ട്മെന്റുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് കോഴിക്കോടിന്റെ ഒരു എൻഡാണ്. കോഴിക്കോടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും കോഴിക്കോടിന്റെ ഒരു എൻഡിലും നമുക്ക് വളരെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷമാണ് അറിയിക്കുന്നത്. പന്തീരങ്കാവിലെ ക്യാപ്കോൺ സിറ്റിയിൽ ആരംഭിച്ച താക്കോൽ കൈമാറ്റം നാളെ സമാപിക്കും. ചെയർമാൻ സി അൻവർ സാദത്ത് കൈമാറ്റം നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അക്ബർ സാദിഖ്, ഡയറക്ടർമാരായ അരുൺ എസ് ബാബു, ജിജോയ് GS, ക്യാപ്കോൺ സിറ്റിയുടെ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സാജിർ നടുവത്തിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടൈഗേഴ്സ് വാലിയിൽ കോളൻ ഹൈറ്റ്